ഇന്ത്യക്ക് പ്രതീക്ഷയായി ബൽരാജ് പൻവാർ ക്വാർട്ടറിൽ. ഹീറ്റ്സിൽ പുറത്തായെങ്കിലും റപ്പശാഗെ റൗണ്ടിലൂടെയാണ് ബൽരാജ് ക്വാർട്ടർ ഉറപ്പിച്ചത്. റപ്പശാഗെ റൗണ്ട് എന്നും ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഭാഗ്യവേദിയാണ്. നമുക്ക് നോക്കാം എന്താണ് റപ്പശാഗെ, എന്താണ് റപ്പശാഗെയുടെ പ്രത്യേകത, എങ്ങനെയാണ് റപ്പശാഗെ ഇന്ത്യക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതെന്ന്. റപ്പശാഗെ റൗണ്ട് ഒരിക്കൽ കൂടി ഇന്ത്യക്ക് ഭാഗ്യം കൊണ്ടുവരികയാണ്. റോവിംഗ് 2000 മീറ്റർ മെൻസ് സിംഗിൾസ് സ്കൾസിൽ ബൽരാജ് പൻവാർ റപ്പശാഗയിലൂടെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. റപ്പശാഗയിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്താണ് ബൽരാജ് ക്വാർട്ടറിലേക്ക് തുഴയെറിഞ്ഞത്. മൊണോക്കോയുടെ അന്റോണല്ലിയാണ് റപ്പശാഗയിൽ ഒന്നാമതെത്തിയത്. 7 മിനിറ്റ് 12 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് ബൽരാജ് പൻവാർ രണ്ടാം സ്ഥാനം ഉറപ്പിച്ചത്. ഇനി നമുക്ക് എന്താണ് റപ്പശാഗെ റൗണ്ട് എന്ന് നോക്കാം. റോവിംഗിൽ 6 ഹീറ്റ്സിലായി ആകെ 33 താരങ്ങളാണ് മത്സരിച്ചത്. ഇതിൽ ഓരോ ഹീറ്റ്സിലെയും ആദ്യ 3 സ്ഥാനക്കാർ നേരിട്ട് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടും. ഓരോ ഹീറ്റ്സിലെയും 4 മുതൽ 6 വരെയുള്ള സ്ഥാനക്കാർക്ക് റപ്പശാഗെ റൗണ്ടിൽ മത്സരിക്കാം. റപ്പശാഗയിൽ 3 റൗണ്ടുകളാണുള്ളത്. ഓരോ റൗണ്ടിലും 2 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ക്വാർട്ടർ യോഗ്യത കിട്ടും. അതായത് റപ്പശാഗെ റൗണ്ടിലൂടെ 6 പേർക്ക് ക്വാർട്ടറിലേക്ക് കടക്കാൻ പറ്റും. പക്ഷേ റപ്പശാഗെ കടന്നു വരുന്നവർക്ക് കരുത്തരായ എതിരാളികളായിരിക്കും ക്വാർട്ടറിൽ കിട്ടുക. റപ്പശാഗെ റൗണ്ട് വിവിധ ഇനങ്ങളിൽ എന്നും ഇന്ത്യക്ക് ഭാഗ്യവേദിയാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ യോഗേശ്വർ ദത്ത് ഗുസ്തിയിൽ വെങ്കലം നേടിയത് റപ്പശാഗെ റൗണ്ടിൽ മത്സരിച്ചാണ്. 2016 റിയോ ഒളിമ്പിക്സിൽ സാക്ഷി മാലിക് വെങ്കലം നേടിയതും റപ്പശാഗെ റൗണ്ടിലൂടെയാണ്. പക്ഷേ ഗുസ്തിയിൽ റപ്പശാഗെ റൗണ്ട് വ്യത്യസ്തമാണ്. ഒരു താരത്തെ പ്രാഥമിക റൗണ്ടിൽ തോൽപ്പിക്കുന്ന എതിരാളി ഫൈനലിൽ കടന്നാൽ തോറ്റ വ്യക്തിക്ക് റപ്പശാഗെ റൗണ്ടിൽ കടക്കാം എന്നാണ് ഗുസ്തിയിലെ നിയമം. അതായത് 2012 ഒളിമ്പിക്സിൽ യോഗേശ്വർ ദത്തിനെ പ്രാഥമിക റൗണ്ടിൽ തോൽപ്പിച്ച താരം ഫൈനലിൽ കടന്നതുകൊണ്ട് യോഗേശ്വറിന് റപ്പശാഗെ എന്ന പേരുള്ള റൗണ്ടിൽ അവസരം കിട്ടുകയും അതിൽ ജയിച്ച് വെങ്കല മെഡൽ കിട്ടുകയും ചെയ്തു. 2016 സാക്ഷി മാലിക്കും ഇതേ രീതിയിൽ റപ്പശാഗെ ജയിച്ചാണ് വെങ്കലം സ്വന്തമാക്കിയത്. ഇത്തവണ ബൽരാജ് പൻവാറിനെ റപ്പശാഗയിലെ മെഡൽ ഭാഗ്യം തുണയ്ക്കുമോ എന്ന് കാത്തിരിക്കാം. ഒളിമ്പിക്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.